വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു രഹസ്യം തന്നെയാണ്. രഹസ്യം പരസ്യമായി എന്നൊരു സംശയമുണ്ട്. സംശയമാണോ സത്യമാണോ എന്നുള്ളത് പിന്നെ എന്താണെന്നോ? നിങ്ങളൊക്കെ കേട്ട് ഇവിടെ കുറേ കോടികൾ ചെലവഴിച്ചിട്ടുള്ള ജസ്റ്റിസ് ഹേമ കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ്റെ ചില രഹസ്യങ്ങൾ പുറത്തു പോയ കാര്യമാണ് പറയുന്നത്. പുറത്തു പോയി എന്ന് പറഞ്ഞാൽ ഈ പലർക്കും ഇപ്പോൾ ആ കാര്യങ്ങൾ അറിയാം. എന്തിനാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയത്? ജസ്റ്റിസ് ഹേമയും KB വത്സലകുമാരി IAS നമ്മളെ ഉർവശി ശാരദയും ഇങ്ങനെ 3 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് കുറേ സമയമെടുത്തുകൊണ്ട് സർക്കാരിൻ്റെ കോടികൾ ചെലവിട്ടുകൊണ്ട് അങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി. റിപ്പോർട്ട് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം സിനിമാ രംഗത്തെ നടികളുടെ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സംഭവമാണത്. അതിൽ അവർക്കുണ്ടായ ദോഷങ്ങൾ, അവരെയൊക്കെ ആരൊക്കെ ഏതെല്ലാം തരത്തിൽ ദ്രോഹിച്ചു, ആ റിപ്പോർട്ട് നോക്കിയതിനേക്കാൾ വേഗത്തിൽ അടച്ചു വെച്ചു. കാരണം അത് തുറന്നപ്പോൾ ഭൂതം പുറത്തു വന്ന പോലെ സിനിമാ രംഗത്തെ വമ്പന്മാർ, വേണ്ടപ്പെട്ടവർ, സിനിമാക്കാർ മാത്രമല്ല, സിനിമാ രംഗത്തെ വിവിധ തലങ്ങളിലുള്ളത്, സിനിമയെ ഭരിക്കുന്നവർ, ഇവരുടെയൊക്കെ വീരകൃത്യങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ളത്, മൊഴി കൊടുത്തിട്ടുള്ളത്. പിന്നെ എങ്ങനെ പ്രസിദ്ധീകരിക്കാൻ പറ്റും? ഇത് പറയാതെ നമ്മളൊരു സിനിമയിൽ, സത്യനന്ദിക്കാണ്ട സിനിമയിൽ കണ്ടിട്ടില്ലേ, രഹസ്യം പറയാൻ പറ്റാത്ത ഇന്നസെന്റ് ഒരു വിജനമായ സ്ഥലത്ത് പോയി കൊണ്ട് വിളിച്ചു പറയുന്നത് സത്യം എന്നുപോലെ ഇത് ചിലർക്ക് പറയാതിരിക്കാൻ വയ്യ. പറഞ്ഞാൽ പറ്റുമോ? ജസ്റ്റിസ് ഹേമയ്ക്ക് പറയാൻ പറ്റുമോ? വത്സലകുമാരിക്ക് പറ്റുമോ? നമ്മൾ നടിക്ക് പറയാൻ പറ്റുമോ? എന്തായിരിക്കും? രഹസ്യം പുറത്തു പോയാൽ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും പറയുക എന്ന് വിശ്വസിക്കും. പക്ഷെ അതല്ല, ഇത് മുഖ്യമന്ത്രി ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് പലരും കണ്ടിട്ടുണ്ട്. അതിൻ്റെ അന്നത്തെ മന്ത്രി ബാലൻ കണ്ടിട്ടുണ്ട്, സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കണ്ടിട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ട്. ആ പലരും കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നും തീരുമാനിക്കുകയും അതിൻ്റെ ചില ഗുണവശങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. അന്ന് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ കുറേ പേർക്ക് ഈ ചില രഹസ്യങ്ങളെല്ലാം ചോർന്ന് കിട്ടി. ഞങ്ങളത് പറയേണ്ട രീതിയിൽ പലരും പറഞ്ഞിട്ടുണ്ട്. പേര് പറയാൻ തെളിവുകൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടാത്തതുകൊണ്ട് പേരുകൾ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇതങ്ങനെ പുറത്ത് പറയാവുന്ന സംഭവം അല്ലല്ലോ. ഇതിൽ ചെയ്യേണ്ടിയിരുന്ന WCCക്കാർ വരെ ഈ റിപ്പോർട്ട് മുഴുവനായിട്ടും പുറത്തു വിടുന്ന കാര്യത്തിൽ അവരും യോജിച്ചിരുന്നില്ല. അതിൽ തന്നെയുള്ള പലർക്കും ചില അനുഭവം ഉണ്ടായിട്ട് പോലും അവരത് പരസ്യമാക്കിയിട്ടില്ല. WCC ഉണ്ടാക്കാൻ കൂടെ വന്നിരുന്ന ഒരു മുൻനിര നടി, നമ്മളൊക്കെ വലിയ നടി എന്ന് പറയുന്ന അവർ പോലും ഇരുന്ന് കാലുമാറി. അവരെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഇതിലുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം ആകെ കൂടി നമ്മളൊരു അവിയൽ വരുമെന്ന് പറഞ്ഞ പോലെ ഇതിൽ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പേരാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ പോക്സോ കേസുമായിട്ട് ബന്ധമുള്ളവരുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു ദിവസം ഈ സംഭവങ്ങളൊക്കെ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നതിൽ പുറത്തു വന്നിരിക്കുന്നു. ചില ആൾക്കാർ ചില നടന്മാരുടെ പേരുകൾ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പം ഞാൻ അതങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നൊരു നടി അറിയാതെ, അവർ വിശ്വസ്തനായ ചില ആൾക്കാരോട് സംസാരിച്ചിരിക്കുക അറിയാതെ പേരുകൾ പറഞ്ഞു പോയി. പേരുകൾ പറഞ്ഞു പോയപ്പോൾ അവർ തന്നെ സോറി പറയും, ക്ഷമിക്കണം, അറിയാതെ പറഞ്ഞാണ്, പുറത്ത് വിടരുത് എന്ന് പറഞ്ഞു പോലും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏറ്റവും അടുത്ത ആൾക്കാരോട് ഇത്തരം പേരുകളെല്ലാം പറയേണ്ടി വന്നു പലർക്കും. അങ്ങനെ മലയാള സിനിമയിലെ ചില വമ്പന്മാരുടെ പേരുകൾ ഈ കമ്മിറ്റിയിലെ 3ാമത്തെ ഒരു അംഗം പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ അവരത് നിഷേധിച്ചു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഞാൻ മാധ്യമപ്രവർത്തകനായതുകൊണ്ടായിരിക്കാം അവരത് വേണ്ടെന്ന് വെച്ചത്. കാരണം ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും മുമ്പ് അവരുടെ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണത്. അവർ മോശം നടിയല്ല, 3 പ്രാവശ്യം ഉർവശി അവാർഡ് നേടിയിട്ടുള്ളതാണ്, മാന്യമായ സ്ത്രീയാണ്, നല്ല നടിയാണ്. അവർ പറഞ്ഞ വാക്കുകൾ, എന്നോട് പറഞ്ഞ വാക്കുകൾ പറഞ്ഞിട്ടില്ല എന്നുള്ള വാക്കുകൾ വിശ്വസിക്കുമ്പോൾ തന്നെ ഇത് അവർ അറിഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാരുടെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ പുറത്തു വിട്ടേണ്ടെന്താ? നമ്മൾ പറഞ്ഞ മാറ്റിവെച്ച പേജുകളുണ്ട് ഇവിടെ. ചില കേസുകളിൽ ഇത്ര പേജ് കീറിപ്പോയിരിക്കുന്നു, കാണാനില്ല എന്നുള്ളത്. ആ നഷ്ടപ്പെട്ട പേജുകളിലത്തെ സത്യാവസ്ഥയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമ്മൾ എന്താണ് വിശ്വസിക്കുക? നമ്മുടെ കയ്യിൽ രേഖകൾ കിട്ടാത്ത കാലം വരെ നമുക്കിപ്പോൾ നടന്മാരുടെ പേര് പറയാൻ പറ്റുമോ? ചാനലിൽ പറയാൻ പറ്റുമോ? മാധ്യമങ്ങളിൽ പറയാമെന്നോ യൂട്യൂബിൽ പറയാൻ പറ്റില്ലല്ലോ.
ഒരു കാര്യം ഉറപ്പ്, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, വിശ്വസിക്കാതിരിക്കുന്നവർക്ക് വിശ്വസിക്കാതിരിക്കാനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ തെളിവുകൾ കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം പേരുകൾ വെളിപ്പെടുത്തുന്നില്ല, സംഭവങ്ങളെ വെളിപ്പെടുത്തുന്നില്ലല്ലോ. ഒരു കാര്യം ഉറപ്പ്, നമ്മൾ വിശ്വസിക്കുന്ന വിഗ്രഹങ്ങൾ തന്നെയാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്.